ഹലോ നമസ്കാരം. അപ്പോൾ നമുക്ക് നിഫ്റ്റിയുടെ വീക്കിലി അനാലിസിസ് ഒന്ന് നോക്കാം. അപ്പോൾ ഞാൻ വീക്കിലി ക്യാൻഡിൽ സ്റ്റോക്ക് ചാർട്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നമുക്കവിടെ ഒരു ട്രെൻഡ് ലൈനും ഡ്രോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിമാൻഡ് സോണാണ് ഈ താഴെ കാണുന്നത്. അപ്പോൾ മൾട്ടിപ്പിൾ ടൈം ഈ ഒരു റീജിയനിൽ നിന്ന് നമുക്ക് ബൗൺസിങ് തന്നിട്ടുണ്ട്. വീണ്ടും ആ ഒരു സോണിലേക്ക് വീണ്ടും എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഈ ഒരു സോണിൽ നിന്ന് വീണ്ടും മൂവ്മെൻറ്റ് കിട്ടാനുള്ള സാധ്യതകളുണ്ട്. നമ്മൾ കുറച്ചും കൂടെ ഒന്ന് സൂം ചെയ്ത് പോവുകയാണെങ്കിൽ ലാസ്റ്റ് കുറച്ച് ടൈമിലെ മൂവ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഓക്കെ. അപ്പം ഞാനിവിടെ ഒരു ചാനൽ പോലെ ഡ്രോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, ഇവിടെ ഇങ്ങനൊരു ലോ ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷം ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷം ലോവർ ലോയിലേക്ക് വരാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പം ഈ ലാസ്റ്റ് ഉണ്ടായിരിക്കുന്ന ക്യാൻഡിൽ, ആ ഒരു ക്യാൻഡിൽ ഒരു കൺസോളിഡേറ്റഡ് ക്യാൻഡിലാണ്. മാർക്കറ്റ് മുകളിലേക്ക് പോകണോ താഴോട്ട് പോകണോ എന്നൊരു ഡൗട്ടിൽ നിൽക്കുന്ന ഒരു ക്യാൻഡിലാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. മാർക്കറ്റ് ഈ ഒരു ക്യാൻഡിലിൻ്റെ താഴോട്ട് പോരുകയാണ്, ഒരു ഡെയിലി ക്ലോസിംഗ് ആണ് തരുന്നതെങ്കിലും പിന്നെ ഈ ഒരു റീജിയനിലേക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പം ഇങ്ങനെ ഒരു പാറ്റേൺ മാർക്കറ്റിൽ ജനറേറ്റ് ആകാനുള്ള സാധ്യതകൾ ഉണ്ട്. ഓക്കെ. അപ്പോൾ അതിനുശേഷം ഒരു ബ്രേക്ക് ഔട്ട് വന്ന് മുകളിലേക്ക് പോകാനുള്ള സാധ്യതകൾ നമ്മൾ മൾട്ടിപ്പിൾ ടൈമിൽ നമ്മൾ ഇതിൻ്റെ പ്രീവിയസ് ഡേറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ കറണ്ട് സിനാരിയോയിൽ ഈ ഒരു റീജിയൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീജിയനാണ്. ഇവിടെ നിന്ന് ഇനി മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ ആ ഒരു പാറ്റേൺ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. ബട്ട് ഇവിടെ നിന്ന് താഴോട്ടാണ് പോരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു പാറ്റേൺ വന്ന് ഇവിടെ നിന്ന് വീണ്ടും മുകളിലേക്കുള്ള ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് തരാനുള്ള സാധ്യതകൾ ഉണ്ട്. അപ്പം ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ ആണോ ലോ ആണോ കട്ട് ചെയ്യുന്നത് മുകളിലേക്ക് ഡെയിലി ക്ലോസിങ് തരുന്നതെന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വീക്കിലി ക്യാൻഡിലിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു വാലുവേഷനിലാണ് ഇപ്പോൾ മാർക്കറ്റ് കിട്ടുന്നത്. ഈ ഒരു ഹൈയിൽ നിന്ന് നമുക്ക് ഏകദേശം നല്ലൊരു ഡിസ്കൗണ്ടിലാണ് നമുക്ക് കിട്ടുന്നത്. ഈ ഒരു ഡിപ്പിൽ നമുക്ക് ക്വാളിറ്റി ഉള്ള സ്റ്റോക്സുകൾ നമുക്ക് പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ അനാലിസിസ് ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള റീജിയണിൽ എൻട്രി എടുക്കാം. ഒരുപക്ഷേ ഇനി ഇത് മുകളിലേക്കാണ് ഇവിടെ നിന്ന് പോകുന്നതെങ്കിൽ ഓക്കെ, അതല്ല നമുക്ക് വീണ്ടും ഇവിടെ നിന്ന് ഇങ്ങനെ താഴോട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള റീജിയണിൽ കുറച്ച് എൻട്രി എടുത്തതിന് ശേഷം താഴോട്ട് വിലക്കുറവിലേക്ക് വരികയാണെങ്കിൽ വീണ്ടും മാർക്കറ്റ് താഴെ എത്തുമ്പോൾ ചെറിയ രീതിയിൽ ക്വാളിറ്റിയുള്ള മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ ക്വാളിറ്റിയുള്ള ETF അല്ലെങ്കിൽ ക്വാളിറ്റിയുള്ള ലാർജ് ക്യാപ് സ്റ്റോക്കുകളിൽ ചെറിയ എൻട്രി എടുക്കാം. സ്മോൾ മീഡിയം കാറ്റഗറിയിലുള്ള സ്റ്റോക്കുകൾ എടുക്കുകയാണെങ്കിൽ ഫുള്ള് കംപ്ലീറ്റ്ലി ഫണ്ടമെൻ്റൽ അനാലിസിസ് പഠിച്ചതിന് ശേഷം എൻട്രി എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ജസ്റ്റ് എൻ്റെ അനാലിസിസ് ഡിസ്കസ് ചെയ്തു എന്നുള്ളൂ. ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നൊരു ഗുഡ് ബൈ ആൻഡ് ചെയ്യാം.